ഈ രാജ്ഞിയുടെ ശരീരം ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മഞ്ഞിന്റെ രാജ്ഞിയായ സ്വന്തം സഹോദരിക്ക് പോലും അവളെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള എന്തിനേയും വെറുമൊരു കൈവീശൽ കൊണ്ട് മരവിപ്പിക്കാൻ ആ മഞ്ഞു രാജ്ഞിക്ക് കഴിയുമായിരുന്നു. ഒരു ദിവസം മഞ്ഞു രാജ്ഞിക്ക് ഒരു മാന്ത്രിക കണ്ണാടി ലഭിച്ചു. എന്നാൽ അവൾ അത് പ്രവർത്തിപ്പിച്ചപ്പോൾ അതുവരെ അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന തന്റെ സഹോദരിയെ അബദ്ധത്തിൽ പുറത്തുവിട്ടു. തന്റെ സഹോദരി അങ്ങേയറ്റം ദുഷ്ടയാണെന്നറിയാമായിരുന്നതുകൊണ്ട് മഞ്ഞു രാജ്ഞി ഞെട്ടിപ്പോയി. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പുറത്തുവന്ന നിമിഷം തന്നെ അവൾ സിംഹാസനം പിടിച്ചെടുത്തു. അവൾ തന്റെ സൈന്യത്തെ മുഴുവൻ സംഘടിപ്പിക്കുകയും മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു. ഇതുകണ്ട തോർ നിശബ്ദമായി തന്റെ വില്ലുയർത്തി ഒരു അമ്പെയ്തു. എന്നാൽ ദുഷ്ടയായ രാജ്ഞി അത് വായുവിൽ വെച്ച് തന്നെ എളുപ്പത്തിൽ പിടികൂടി. ആ മനുഷ്യൻ ഉടൻ തന്നെ കാവൽക്കാരാൽ പിടിക്കപ്പെടുകയും പരസ്യമായി വധിക്കാനായി 2 രാജ്ഞിമാരുടെയും മുന്നിൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ വധശിക്ഷ നടപ്പാക്കേണ്ട ആൾ പെട്ടെന്ന് ആ മനുഷ്യന്റെ ചങ്ങലകൾ അറുത്തുമാറ്റി. ആ നിമിഷം സൈന്യം മുഴുവൻ ദുഷ്ടരാജ്ഞിക്കെതിരെ തിരിഞ്ഞു. രാജ്ഞി പ്രകോപിതയായി. അവളുടെ ശരീരത്തിൽ നിന്ന് ഇരുണ്ട ടെന്റേക്കിൾസ് പുറത്തുവരികയും സൈനികരെ ഓരോരുത്തരെയായി കൊല്ലുകയും ചെയ്തു. താൻ വളർത്തിയെടുത്ത ജനങ്ങൾ സ്വന്തം സഹോദരിയുടെ കൈകളാൽ കൊല്ലപ്പെടുന്നത് മഞ്ഞുരാജ്ഞിക്ക് ഭീതിയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഒടുവിൽ അവൾക്ക് അത് സഹിക്കാനായില്ല. തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൾ തന്റെ മഞ്ഞിന്റെ ശക്തി പുറത്തെടുത്തു. ആകാശത്തോളം ഉയരമുള്ള ഒരു വലിയ മഞ്ഞുമതിൽ അവൾ അവിടെ സൃഷ്ടിച്ചു.